റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞു വെച്ചാൽ മലയാള സിനിമയിലെ 100 കോടി 200 കോടി എല്ലാം ഉടായിപ്പാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇപ്പം ഞാനല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓൺലൈൻ മാധ്യമമാണ്. ഈ ഓൺലൈൻ മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള ആൾക്കാരുടെ മതം വേർതിരിച്ചിട്ട് അങ്ങനെയുള്ള നടീനടന്മാരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്. അതായത് ഈ അടുത്ത കാലത്തൊരു സിനിമയുമായി ബന്ധപ്പെട്ട്, പുഴു എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്കെ ഓൺലൈനിലൂടെ വിമർശിച്ചിരിക്കുന്ന ഒരുപാട് ചാനലുകളിൽ ഒരു ചാനലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിൽ 100 കോടി 200 കോടിയൊക്കെ ഉടായിപ്പാണെന്ന്. എന്നിട്ട് അവർ പറയുന്നത് മഞ്ഞുമൽ ബോയ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൗബിനെ ED ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്നും ED മലയാള സിനിമയിലെ 100 കോടി 200 കോടി എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ ടർബോയുടെ 100 കോടി എന്ന് പറയുന്നതിൽ നിന്ന് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ ടർബോയുടെ കളക്ഷൻ അവിടെ നിന്നെന്നും ഇപ്പോൾ ഏതാണ്ട് ടർബോയ്ക്ക് 33 കോടിയാണ് വേൾഡ് വൈഡായിട്ട് കിട്ടിയെന്നും ഒക്കെയാണ് വാർത്തകൾ വരുന്നത്. ഈ പറഞ്ഞവന് എവിടുന്നാണ് ഈ 33 കോടി മാത്രമാണ് ടർബോയ്ക്ക് കിട്ടി എന്നുള്ള വാർത്തകൾ വരുന്നതെന്നൂടെ അവൻ പറയണം, അവൻ്റെ സോഴ്സ് പറയണം. അതുകൂടെ അവൻ എവിടുന്നാണ് ആ വാർത്ത കിട്ടിയെന്ന്. ഈ നിലവിലുള്ള വാർത്തകൾ പ്രകാരം നമുക്കറിയാം ടർബോ ഏതാണ്ട് 75 കോടി അല്ലെങ്കിൽ 75 കോടി പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരുപക്ഷെ ഒരു 75 കോടി തന്നെ അതിൻ്റെ കളക്ഷൻ പൂർണ്ണമായാലും അതിൽ നിന്ന് ഒട്ടും കുറച്ച് അതിന് അണിയറ പ്രവർത്തകർ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ പേജിൽ കൂടെ അവർ 50 കോടിയുടെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പോസ്റ്റർ. അപ്പോൾ ഒരിക്കലും മമ്മൂട്ടി കമ്പനിയുടെ ഒരു പേജിൽ കൂടെ 50 കോടി എന്ന് പറയുന്ന ക്ലബിലേക്ക് എത്തി എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഇനി 33 കോടിയിലേക്ക് അതിൻ്റെ കളക്ഷൻ അത്രേ വന്നിട്ടുള്ളത് എന്ന് പറയാൻ ഈ പറഞ്ഞവൻ്റെ ബന്ധുക്കളല്ല മമ്മൂക്കയുടെ ബന്ധുക്കൾ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചുകൂടെ മര്യാദയ്ക്കുള്ള ഭാഷയിൽ ഞാൻ പറയാം. അത് കേൾക്കുന്നവർക്കറിയാം എന്താണെന്ന്. ഞാൻ ആ രീതിയിൽ പറഞ്ഞേക്കാം. അങ്ങനെയുള്ള ആൾക്കാരല്ല മമ്മൂക്കയുടേത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മമ്മൂക്ക പറഞ്ഞെടുത്ത് തന്നെ ഉറച്ചു നിൽക്കും. 50 കോടി ക്ലബ്ബിൽ അദ്ദേഹത്തിൻ്റെ പേജിൽ കൂടെ ഷെയർ ചെയ്തെങ്കിൽ ഇനി ഒരിക്കലും അദ്ദേഹം അതിൽ നിന്ന് കുറച്ച് പറയത്തില്ല. ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇവൻ എവിടുന്ന 33 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ടെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ ആൾ പറയുന്നത് കേരളത്തിലെ ഏതാണ്ട് മൊത്തം 4.5 കോടി ജനങ്ങളുണ്ടെന്നും 3.5 കോടി ജനങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടെന്നും 1 കോടി ജനങ്ങൾ പലയിടത്തായിട്ടും കിടപ്പുണ്ടെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതുപോലെ കേരളത്തിലാകെ ഏതാണ്ട് 450-500 തിയേറ്ററുകളെ ഉള്ളൂ എന്നും അവിടെ ഏതാണ്ട് 4 ഷോ വീതം പ്രദർശിപ്പിച്ചാൽ പോലും ഒരു സിനിമയ്ക്ക് പരമാവധി കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാ രീതിയിൽ കൂടെ ഏതാണ്ട് 30 കോടിക്ക് മുകളിലോട്ടൊന്നും കളക്ഷൻ കിട്ടത്തില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഓവർസീസ് കളക്ഷനായിട്ട് വരുന്ന കളക്ഷനൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ സമ്മതിച്ചിരിക്കുന്നു. കാര്യം അയാളുടെ സംശയങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉത്തരങ്ങൾ പറയാം. പക്ഷേ ഈ ചോദ്യങ്ങളൊന്നും മുമ്പ് എന്താ ഉണ്ടാവാത്തത്? ഉദാഹരണം, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയും അല്ലെങ്കിൽ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയൊക്കെ തള്ളി 100 കോടി ക്ലബ്ബിൽ എത്തിയപ്പോഴത്തേക്ക് ഈ ലാലേട്ടനെ പ്രശംസിച്ചും മമ്മൂക്കയെ വിമർശിച്ചും പറയുന്ന ഈ ചാനൽ എവിടെ പോയിരുന്നു ഇത്രയും കാലം? കാര്യം അങ്ങനെയാണെങ്കിൽ ലൂസിഫറിന്റെ കാര്യമൊക്കെ എടുത്ത് പറയാമല്ലോ. അല്ലെങ്കിൽ ടർബോ സ്വിച്ചിട്ട പോലെ ടർബോയുടെ കളക്ഷൻ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് അയാൾ ലൂസിഫർ എന്ന് പരാമർശിച്ചില്ല? അല്ലെങ്കിൽ അയാൾ ദൃശ്യം സൂചിപ്പിച്ചില്ല? അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സൂചിപ്പിച്ചില്ല. അപ്പോൾ ഇനി എമ്പുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ സിനിമ വരുമ്പം അതിൻ്റെ കളക്ഷൻ തള്ളിക്കയറ്റുമ്പം ഈ 100 കോടി 200 കോടി ക്ലബ്ബിലേക്ക് അല്ലെങ്കിൽ 300 കോടി ക്ലബ്ബിലേക്ക് എന്നൊക്കെ അവർ തള്ളിക്കയറ്റുമ്പം ഇയാൾ വീണ്ടും, അല്ലെങ്കിൽ ഈ ചാനൽ, അയാളെ ചാനലിൽ വെറും ഒരു അവതാരകം മാത്രമായിരിക്കും. ഈ ചാനൽ വീണ്ടും പറയുമോ ഈ കളക്ഷനൊക്കെ ഒരു തള്ളു കളക്ഷനായിരുന്നു? ഇത് അയാൾ സ്ഥാപിച്ചു വരുന്നത് ചില ആൾക്കാരെടുക്കുന്ന ചില സിനിമയ്ക്കകത്ത് കളക്ഷൻ തള്ളിക്കയറ്റുന്നത് കള്ളപ്പണം വെളുപ്പിക്കാൻ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ED അന്വേഷണമായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇത് ലാലേട്ടൻ്റെ ഒരു സിനിമയ്ക്കും ഇത്തരത്തിലുള്ള ഒരു കളക്ഷൻ പുറത്തു വിടുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇനി പുറത്ത് വിടാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനലിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള വീഡിയോകളും തുടർന്ന് നമുക്ക് പ്രതീക്ഷിക്കണമല്ലോ. കാര്യം പക്ഷേ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അവർ അത്തരത്തിലുള്ള ആളും തരവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് അവർ കഴിഞ്ഞ കാലങ്ങളിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവരങ്ങനെ ചെയ്യത്തുള്ളൂ. ഇനിയുള്ള കാലത്തും അവർ അത്തരത്തിലുള്ള വീഡിയോകളെ ചെയ്യത്തുള്ളതെന്ന് നമുക്കറിയാം. അപ്പം കേരളത്തിൽ ഇപ്പം നമുക്കറിയാം 400 തിയേറ്റർ അല്ലെങ്കിൽ എത്ര തിയേറ്ററുകൾ ഉണ്ടെങ്കിലും എത്ര സ്ക്രീനുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു തിയേറ്ററിൽ തന്നെ എത്ര സ്ക്രീനുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ആ സ്ക്രീനുകളിലെല്ലാം ആ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് പണ്ടത്തെ കാലത്തെ പോലെ 100 ദിവസമൊന്നും സിനിമ ഓടുന്നില്ല. ഇപ്പം വളരെ 4 ദിവസം ഓടിയാലായി, 5-ന് ആള് കയറിയാലായി. പക്ഷേ അയാൾ ഒരു കാര്യം വിചാരിക്കണം, പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അയാളുടെ പ്രായവും അല്ലെങ്കിൽ അയാളുടെ പരിചയം കുറവുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂസ് അയാൾക്ക് തയ്യാറാക്കി കൊടുത്ത ആളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. കാര്യം പഴയ കാലത്ത് ഒരു ഏതാണ്ട് 87 അല്ലെങ്കിൽ 86 അല്ലെങ്കിൽ 90, 92 കാലത്ത് എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ വളരെ കുറച്ച് തിയേറ്ററുകൾ, കൂടിപ്പോയാൽ നമ്മൾ പറയുന്ന ഏറ്റവും മേജർ സെൻറ്ററുകൾ എന്ന് പറയുന്ന ഒരു 5-ഓ 6-ഓ ചിലപ്പം ഒരു 8-ഓ അതിൻ്റെ മുകളിലോട്ടൊന്നും റിലീസില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ റിലീസ് എന്ന് പറഞ്ഞാൽ അതല്ല. ഇപ്പോഴത്തെ റിലീസ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് റിലീസാണ്. കേരളത്തിൽ തന്നെ ഏതാണ്ട് ഒരു വലിയ സിനിമ വരുമ്പം ഏതാണ്ട് 500 സ്ക്രീനുകളോളം
പ്രദർശിപ്പിക്കുന്നുണ്ട് കുറേ ദിവസങ്ങളോളം, അല്ലെങ്കിൽ 2-3 ദിവസമെങ്കിലും. പിന്നീടും ഒരു 250-300 സ്ക്രീനിൽ കുറയാതെയാണ് വലിയ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ആ സിനിമയുടെ തിരക്ക് തിയേറ്ററിൽ പോയി നോക്കണം, അല്ലാതെ ചാനലിൽ ഇരുന്നുകൊണ്ടല്ല നമ്മൾ പറയേണ്ടത്. അതുപോലെ വേൾഡ് വൈഡ് കളക്ഷൻ വരുന്നത്, വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പം എത്രയോ രാജ്യത്ത് മലയാളികളെന്ന് ആകെ 4.5 കോടി മലയാളികൾ മാത്രമാണോ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ജീവിക്കുന്ന, കേരളം ഉൾപ്പെടെയുള്ള? അതല്ലല്ലോ, എല്ലാ രാജ്യത്തും മലയാളികളില്ലാത്ത രാജ്യവും ഇല്ലെന്ന് പറഞ്ഞ കണക്ക് എല്ലാ രാജ്യത്തും മലയാളികളുണ്ട്. അത്തരത്തിലുള്ള സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഇപ്പം GCCയിലായാലും ശരി, നമ്മൾ മറ്റുള്ള രാജ്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പം UK പോലുള്ള, അയർലൻഡ് പോലുള്ള, ഓസ്ട്രേലിയ പോലുള്ള, കാനഡ പോലുള്ള, ന്യൂസിലാൻഡ് പോലുള്ള അങ്ങനെ ഒരുപാട് രാജ്യത്ത് മലയാളികൾ താമസിക്കുന്നുണ്ട്. അവിടെ എല്ലാം സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നെല്ലാം സിനിമയ്ക്ക് കളക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഈ ഓവർസീസ് കളക്ഷൻ എന്താണെന്നോ, അല്ലെങ്കിൽ സാറ്റലൈറ്റ് കളക്ഷൻ എന്താണെന്നോ, അല്ലെങ്കിൽ ബാക്കിയുള്ള തിയേറ്റർ കളക്ഷൻ എന്താണെന്നോ ഇതൊന്നും അറിയാൻ വയ്യാതെ വന്നിരുന്നിട്ട് ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് വിമർശിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം 100 കോടി 200 കോടി ക്ലബ്ബിൽ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സമ്മതിക്കേണ്ടി വരും, ഇതുവരെ ഒരുത്തനും മലയാള സിനിമയിൽ നിന്ന് 100 കോടി 200 കോടിയും കളക്ട് ചെയ്തിട്ടില്ല എന്നും കൂടെ പറയേണ്ടി വരും. അല്ലാതെ ലാലേട്ടനെ മാത്രം പ്രത്യേകത, ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും 100 കോടി 200 കോടി കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ തുടരെ അതിൻ്റെ വാർത്തകളിട്ട് ആഘോഷിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൂടെ ബാധകമാണിത്. കാര്യം അവരും നിശബ്ദരായിട്ടിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാര്യം ഇത്തരത്തിലുള്ള വാർത്തകൾ വരും, ഇല്ലെങ്കിൽ അവരെങ്കിലും പ്രതികരിക്കണം ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ. ഇന്നിപ്പം മമ്മൂക്കെ പറഞ്ഞെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ നാളെ അത് ലാലേട്ടനും ബാധകമാണ്. ഈ 100 കോടി 200 കോടി തള്ളുന്നെന്ന് പറയുന്ന രീതിയിൽ. പിന്നെ കേക്ക് കട്ട് ചെയ്ത കഥയൊക്കെയാണ് പറയുന്നത്. ടർബോ കുറച്ച് നാളിന് മുമ്പ് ആരോ പറയുന്നത് കേട്ട്, പരാജയപ്പെടുന്ന സിനിമയ്ക്ക്, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പരാജയപ്പെടുന്ന സിനിമയ്ക്ക് കേക്ക് കട്ട് ചെയ്ത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് ലാലേട്ടനെയാണ്. മരക്കാറ് പോലുള്ള സിനിമയ്ക്ക്, എലോൺ പോലുള്ള സിനിമയ്ക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആറാട്ട് പോലുള്ള സിനിമയ്ക്ക്, ഇങ്ങനെ ഒരുപാട് സിനിമയ്ക്ക് കേക്ക് കട്ട് ചെയ്ത്, കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കാത്ത ആളുകളോട്, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ലാലേട്ടനെയും ടൊവിനോ തോമസിനെയാണ്. ഈ രണ്ടുപേരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാര്യം ടൊവിനോ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഡിയർ ഫ്രണ്ട് ആയാലും, നാരദനാണെങ്കിലും, അതുപോലെ അങ്ങനെ മറ്റേതൊക്കെ സിനിമ, നീല വിളിച്ചോ പച്ച വിളിച്ചോ അങ്ങനെ കണ്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ആദ്യത്തെ ദിവസങ്ങളിൽ കേക്ക് കട്ട് ചെയ്ത ആളാണ് ടൊവിനോ തോമസ്. പിന്നെ ഈ പറയുന്ന ലാലേട്ടനും. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഈ അപൂർവമായിട്ടുള്ള ചില സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം കളക്ഷന്റെ പുറത്ത് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മമ്മൂക്കയുടെ ആ സിനിമകളൊന്നും പരാജയപ്പെട്ടെന്നല്ല എൻ്റെ അർത്ഥം. ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറിയ സിനിമയ്ക്ക് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ലാലേട്ടനാണ്. അതിനോടൊപ്പം ഈ ടൊവിനോ തോമസും. മറ്റൊരു നടന്മാരും അത്രത്തോളം കേക്ക് കട്ട് ചെയ്തതായിട്ട് എനിക്കറിയില്ലെന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അധികം ആരും കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് അതെല്ലാം കൊണ്ടുവന്ന് മമ്മൂക്കയുടെ തലയിലോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ വാർത്തകളുമായിട്ട് ഇറങ്ങും. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ലാലേട്ടനെ പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കും. ലാലേട്ടനെ പറഞ്ഞിട്ടല്ല, ഇതുപോലെ ലാലേട്ടന് വേണ്ടി സംസാരിക്കുന്ന കുറെ ആൾക്കാരുടെ രീതി കാണുമ്പം, ഈ 2 തരത്തിലുള്ള രീതി കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പ്രതികരണങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ള മാന്യമായിട്ടുള്ളൊരു പ്രതികരണമായിട്ട് കണ്ടാൽ മതി ഇതിനെ. താങ്ക് യു.